ഇഷ്യൂ ആണ്. ഇനി എന്താണ് എൻഡോമെട്രിയം എന്ന് പറയും? യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിന് കുറച്ചധികം ഫങ്ഷൻസ് ഉണ്ട്. ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗിനെ ഇംപ്ലാന്റ് ചെയ്യുക, ഇംപ്ലാന്റ് ചെയ്ത എഗ്ഗിന് പ്രോപ്പർ നറിഷ്മെൻറ്റ് കൊടുക്കുക. ഇനി എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്തില്ല, അവിടെ ഇംപ്ലാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്നർ ലെയർ ഷെഡ് ചെയ്ത് ബ്ലഡോട് കൂടി എല്ലാ മാസവും പുറത്തേക്ക് വരുന്നു. അതിനെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്രസിൻ്റെ അകത്ത് മാത്രം കാണേണ്ട ഈ എൻഡോമെട്രിയം യൂട്രസിന് പുറത്ത് വന്നാൽ ആ ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എൻഡോമെട്രിയോസിസ്. ഇനി ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട് എൻഡോമെട്രിയൽ ലെയർ വരാം? ഓവറീസിൽ, ഫാലോപ്പിൻ ട്യൂബ്യൂൾസിൽ, പെൽവിക് ക്യാവിറ്റിയിൽ, പിന്നെ കിഡ്നീസിൽ, യൂറിനറി ബ്ലാഡർ, അപ്പൻഡിക്സ്, റെക്റ്റം, പിന്നെ ഈ യൂട്രോസേക്രൽ ലിഗമെൻറ്റ്സ്, ബ്രോഡ് ലിഗമെൻറ്റ്സ്, അതായത് യൂട്രസിനെ ആ ഒരു സ്ട്രക്ചറിൽ നിർത്താൻ സഹായിക്കുന്ന കുറച്ച് ലിഗമെൻറ്റ്സ് ഉണ്ട്. ആ ലിഗമെൻറ്റ്സിൽ കാണാറുണ്ട്. പിന്നെ വളരെ റെയറായിട്ട് ബ്രെയിനിലും കണ്ണിലും നോസിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്രസിലെ എൻഡോമെട്രിയത്തിൽ നടക്കേണ്ട എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ ആ ഫങ്ഷൻസ് ഒക്കെയും ഈ യൂട്രസിന് വെളിയിൽ എൻഡോമെട്രിയൽ ലൈനിങ് വളർന്നാൽ അവിടെയൊക്കെ നടക്കും. അങ്ങനെ അവിടെ ഫങ്ഷൻസ് നടക്കുകയും അങ്ങനെ ബ്ലഡിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവുകയും ആ ഒരു സിസ്റ്റിനെ പറയുന്ന പേരാണ് ചോക്ലേറ്റ് സിസ്റ്റ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? അപ്പോൾ ഓരോ ആൾക്കാരിലും സിംറ്റംസ് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും പൊതുവേ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് അസഹ്യമായ വേദന. വേദന ഇല്ലാത്ത കേസും ഉണ്ട് കേട്ടോ, പക്ഷെ അസഹ്യമായ വേദന, നോസിയ, ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി, വോമിറ്റിംഗ്, അതുപോലെ തലവേദന, ഹെഡേക്സ്, പിന്നെ വയറ് വീർത്തിരിക്കുന്ന പോലെ ബ്ലോട്ടിംഗ്, പിന്നെ ജനറൽ വീക്ക്നെസ്, ഫെറ്റീഗ്, ഇതൊക്കെയാണ്. പിന്നെ ഇറഗുലർ ബ്ലീഡിങ് നന്നായിട്ടുണ്ടാവുക. പിന്നെ അതായത് മെൻസ്ട്രേഷൻ ആവുന്നതിന് മുന്നേ തന്നെ സ്പോട്ടിങ് കണ്ടു തുടങ്ങുക, ചെറിയതായിട്ട് ബ്ലീഡിങ് കണ്ടു തുടങ്ങുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇനി ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ USG സ്കാനിങ് വഴി, MRI വഴി ഒക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ മോഡേൺ ആസ്പിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ലാപ്രോസ്കോപ്പി വഴിയുള്ള സർജറീസ്, ഇതൊക്കെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി മോഡേൺ സയൻസിൽ ഇതിന് കുറേ തിയറീസ് പറയുന്നുണ്ട്. ഒരു എക്സാക്റ്റ് കാരണം ഇതിന് പറയുന്നില്ല. ഇനി ആയുർവേദത്തിൽ എന്താണ് എൻഡോമെട്രിയോസിസിനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻഡോമെട്രിയോസിസിനെ പറയുന്ന പേരാണ് യോനി വ്യാപത്. ഇനി എന്താണ് ഇതിന് കാരണം? ഒന്നാമത്തെ കാരണം വേഗതാനം ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകാതിരിക്കുക. പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിലാണ് കൂടുതൽ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകാനുള്ള മടി കാരണം പിടിച്ചു വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഒത്തിരി നാളാവുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്ന കാണാറുണ്ട്. പിന്നെ തെറ്റായ ഒരു ലൈഫ് സ്റ്റൈലും ഡയറ്റ് സ്റ്റൈലും, ഒരുപാട് ജങ്കായിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാൻ കാരണക്കാരായ ഭക്ഷണങ്ങൾ, വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. പിന്നെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലിയിൽ, അമ്മയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഫർദർ നെക്സ്റ്റ് ജനറേഷന് ആ ഒരു ചാൻസ് കൂടുതലാണ്, അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ആയുർവേദത്തിലെ മാനേജ്മെൻറ്റ്? സോ ബേസിക്കലി ഇത് ഈ 3 ദോഷങ്ങളും കോപിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് പറയും. അപ്പോൾ ഈ ത്രിദോഷ കോപനം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഈ 3 ദോഷങ്ങളെ സബ്സൈഡ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും വേണം. പിന്നെ സിംറ്റമാറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റുമാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിച്ച് ടോക്സിൻസ് റിമൂവ് ചെയ്യുക. അത് ആമപാചനം എന്ന് ആയുർവേദത്തിൽ പറയും. അപ്പോൾ ആമപാചനമായുള്ള മരുന്നുകൾ കഴിക്കുക. പിന്നെ വാതത്തിൻ്റെ ഒരു വിറ്റേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വാതാനുലോമനമായിട്ടുള്ള മരുന്നുകൾ കഴിക്കാം. പിന്നെ പെയിനെ സബ്സൈഡ് ചെയ്യാനുള്ള, ഈ വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാം. പിന്നെ ഒരു ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനെ കുറയ്ക്കാനായുള്ള മരുന്നുകൾ കഴിക്കാം. പിന്നെ ഈ എൻഡോമെട്രിയൽ ലൈനിങ് അത് യൂട്രസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഗ്രോ ചെയ്തിട്ടാണിത് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുക.
പിന്നെ ഇത് കൂടാതെ മൃദുവായിട്ടുള്ള വിരേചനങ്ങൾ, പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യാം. അതിൻ്റെ എക്സ്റ്റേണലായിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള മസാജ് ഒക്കെ ഇതിന് ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ചികിത്സ കൊടുക്കുന്നു. അപ്പോൾ ഇതിന് ഈ എൻഡോമെട്രിയോസിസ് എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റേജ് 4 ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഒത്തിരി കൂടും. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി കേസുകളായിട്ട് വരുമ്പോഴാണ് നമ്മൾ മാക്സിമം ഇത് കണ്ടുപിടിക്കാറ്. അപ്പോൾ ആയുർവേദ മരുന്നുകളും ആയുർവേദ ചികിത്സകളും പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പറായുള്ളൊരു ക്വാളിറ്റി ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ യോഗയൊക്കെ ഡെയിലി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സുപ്ത മത്സ്യേന്ദ്രിയാസനം, തിരുലാസനം പോലുള്ള ആസനസൊക്കെ ഇതിന് വളരെയധികം ബെനിഫിറ്റാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസിനെ പറ്റി അത്യാവശ്യം ഒരു ധാരണ എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.